FCRA ബില്ല് ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച പാർലമെന്റിലേക്ക് വരികയാണ്. ഈ അമിത്ഷയെ കാണാനായിട്ട് ബിഷപ്പുമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഈ FCRA ഭേദഗതിയിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കണം എന്നുള്ളത്. അപ്പോൾ 3 പാർലമെന്റിലേക്ക് എത്തുമ്പോൾ ബിഷപ്പുമാരുടെ ആവശ്യങ്ങളൊക്കെ അമിത്ഷാ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ബിഷപ്പുമാരും അമിത്ഷായും കൂടി എന്താണ് ഇത് സംബന്ധിച്ച് സംസാരിച്ചേക്കണമെന്നുള്ള കാര്യം എനിക്കറിയില്ല, പുറത്തു വന്നിട്ടില്ല. ബിഷപ്പുമാർ പോയി കണ്ടു എന്നുള്ളതാണ് ആകെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അമിത്ഷാ അവരെ കാണുകയും ചെയ്തു. വിദേശ സംഭാവന നിയന്ത്രണ നിയമമാണ്, നിരോധന നിയമമല്ല. വിദേശത്ത് നിന്ന് സംഭാവനകൾ നിയന്ത്രണ വിധേയമായിട്ടേ സ്വീകരിക്കാൻ പാടുള്ളൂ. ആ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. സർക്കാർ അത് ചെയ്യും. അതാണ് FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്റ്റാണ്, വിദേശ സംഭാവന നിയന്ത്രണ നിയമം. അതാണ് ഈ സംഭവം. എന്താണ് ഈ നിയന്ത്രണത്തിൽ ഒറ്റ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്: വക മാറ്റി ചെലവ് ചെയ്യരുത്. ചെലവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ മുൻകൂട്ടി അനുവാദം വാങ്ങിയിരിക്കണം. എന്താണ് ഈ വക മാറ്റി ചെലവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, കഞ്ഞി വീഴ്ത്ത് നടത്താനായിട്ട് പാവപ്പെട്ടവർക്ക് കാശ് വാങ്ങിയിട്ട് കെട്ടിടം പണിത് വാടകയ്ക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കരുത്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, കഞ്ഞി വീഴ്ത്തിന് വേണ്ടി കാശ് വാങ്ങിയിട്ട് കെട്ടിടം പണിത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് പണിത് വാടകയ്ക്ക് കൊടുത്ത് കാശുണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഈ ബിഷപ്പ് സംഘത്തോട് ചോദിക്കാനുള്ള ഏറ്റവും ലളിതമായ ചോദ്യം, വിദേശത്തു നിന്ന് ലഭിച്ച സംഭാവനകൾ നിങ്ങൾ വകമാറ്റി ചെലവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറയാം. ഉണ്ട് എന്നാണെങ്കിൽ അത് നിയന്ത്രിക്കണം എന്ന് ഗവൺമെൻറ് പറയുമ്പോൾ അതിനെ എതിർക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിദേശത്ത് നിന്ന് യഥേഷ്ടം സാമ്പത്തിക സഹായം വാങ്ങിക്കുകയും സംഭാവന വാങ്ങിക്കുകയും അത് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാൻ അവകാശമുണ്ട്, അതിന് അവസരം ലഭിക്കുകയും വേണം എന്ന രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു രാജ്യത്തിനും അത് വകവെച്ച് കൊടുക്കാൻ സാധ്യമല്ല. ഇതിനു മുൻപ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നേരാണ്. പ്രധാനമായിട്ടും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഒന്ന്, ഇവിടെ അതിദരിദ്രർക്ക് സഹായം കൊടുക്കാൻ എന്ന നിലക്ക് പണം വന്നിട്ട് കെട്ടിടങ്ങൾ പണിയുന്നു. ആ കെട്ടിടങ്ങൾ പണിതിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കൊമേഴ്ഷ്യലായിട്ട് ലാഭം ഉണ്ടാക്കുന്നു. അതൊരു കാര്യം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ. ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ. ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ ഹാജരാക്കാം. അപ്പോൾ അതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവരെന്താ ചെയ്യുന്നത്? ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശത്ത് നിന്ന് ധനസഹായം സ്വീകരിച്ചിട്ട് ആ പണം മതപരിവർത്തനത്തിന് വിനിയോഗിച്ചിട്ടുണ്ട്. ഇല്ല എന്നവർ പറയുന്നത് നുണയാണ്, ശുദ്ധ കളവാണ് ഇല്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന പണം എന്തിനുപയോഗിച്ചിട്ടുണ്ട്? ആ പണം വാങ്ങിയിട്ട് മതപരിവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു വസ്തുതയാണ്. മതപരിവർത്തനം ക്രൈസ്തവരുടെ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയും. ഇവാഞ്ചലൈസേഷൻ അവരുടെ അവകാശമാണെന്നാണ് ക്രിസ്തു സഭകൾ മുഴുവൻ പറയുന്നത്. ഞങ്ങളുടെ അവകാശമാണത്, അതില്ലാതെ ഞങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു 4 കൊല്ലം കൊണ്ട് 7 ലക്ഷം പേര് മതം മാറ്റിയ ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രാൻസിസ് സേവ്യർ. ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന കക്ഷി ഇവിടെ വന്നിട്ട് 7 ലക്ഷം പേരെ മതം മാറ്റി എന്ന് അദ്ദേഹം അവകാശപ്പെട്ടേക്കണാണ്. ഞാൻ അവകാശപ്പെടുന്നതല്ല, ഞാൻ ആരോപിക്കുന്നതുമല്ല.
അദ്ദേഹം അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1559 6000 ക്രിസ്ത്യാനികളായിരുന്നു ജപ്പാനിലുണ്ടായിരുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും നടത്തിയിട്ട് നമ്മളൊരു ഉദാഹരണം വിളിക്കണ ഞാൻ. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 1,30,000 6000 ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഈ 1,30,000 വരുന്നതെന്നൊരു പ്രശ്നമില്ലേ? ഗോവയിൽ ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തിൻ്റെ ബിഷപ്പിന് എഴുതിയ കത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം 30,000 പേരെ ഒറ്റക്ക് മതം മാറ്റിയെന്നാണ്. അദ്ദേഹത്തിൻ്റെ മതം മാറ്റത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിലുള്ള ജനങ്ങളെ മുഴുവൻ വിളിച്ച് ഒരു സ്ഥലത്ത് വിളിച്ച് കൂട്ടിയിട്ട് മാസമായിട്ട് മാമോദീസ മുക്കിയാണ്. അതെങ്ങനെ മുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ മാമോദീസ മുക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഒരു കുട്ടിയെ ഇവർക്ക് ക്രൈസ്തവ വിശ്വാസമനുസരിച്ചിട്ട്, കത്തോലിക്ക വിശ്വാസമനുസരിച്ചിട്ട് ജനിച്ച് വീഴുന്ന കുട്ടി ക്രിസ്ത്യാനിയല്ല. ക്രിസ്ത്യാനിയായ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി ജനിച്ച് വീഴുന്നവരെല്ലാം ക്രിസ്ത്യാനികളല്ല. അവർ ക്രിസ്ത്യാനികളായി തീരുന്നത് മാമോദീസ മുക്കുന്നതോടുകൂടിയാണ്. മാമോദീസ മുക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും സഭ അധികാരികളുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുത്തുകയാണ്. അതെന്താണ് ആ കരാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസമനുസരിച്ച് വളർത്തിക്കൊള്ളാം. ആ കരാറാണ്. ആ കരാറ് വന്ന് പിന്നെ കുർബാന കൈക്കൊള്ളപ്പാട് ഇങ്ങനെ കുറേ ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് ഇയാൾ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ അതിന് പള്ളിയിൽ കൊണ്ടുപോയില്ല, അതിന് കുർബാനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നിട്ട് വെള്ളം ഒരാൾ തലയിൽ ഒഴിക്കുക, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനങ്ങളൊക്കെ. പക്ഷെ ഇതൊരു മാസമായിട്ട് ചെയ്തിരുന്നു. ഇനി വേറൊന്ന്, തിരുവിതാംകൂറിൽ അദ്ദേഹം വന്ന്, ആര്? ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സേവ്യർ. തിരുവിതാംകൂറിൻ്റെ കടലോര മേഖലകളിൽ നിന്നായി 10,000 പേര് താൻ മതം മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം എഴുതിയ കത്ത്. ഈ ചരിത്രരേഖകളാണ്. ഇപ്പോൾ ഇതൊന്നും മൂടി വെക്കാൻ പറ്റില്ല. അത് അവൈലബിളാണ്. അദ്ദേഹം 10,000 പേരെ മാറ്റി. ഈ പശ്ചിമ തീരത്ത് നിന്നും മാത്രമായി 3 ലക്ഷം പേരെ താൻ മതം മാറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ജപ്പാനിലുണ്ട്, മലയിലുണ്ട്. ഈ വിവിധ പ്രദേശങ്ങളിലായിട്ട് 7 ലക്ഷം പേരെ മതം മാറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ അവകാശവാദമാണ്. ശരിയോ തെറ്റോ എന്നുള്ള കാര്യം വരട്ടെ. ഇത്രയും പേരെ അവകാശം ചെയ്തിട്ടുണ്ട്. ഫോഴ്സ്ഫുൾ കൺവേർഷനായിരുന്നു. ഇതിനെയാണ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന് പറയുന്നത്. അതെന്താ ചെയ്തത്? ക്രിസ്ത്യാനിയാകാൻ വിസമ്മതിച്ചവരാ ഇൻക്വിസിഷൻ നടത്തി. ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ മതദ്രോഹ വിചാരണ. മതദ്രോഹമാണ് കുറ്റം. ആ മതദ്രോഹ കുറ്റത്തിൻ്റെ വിചാരണ. ഇത് ഒരു ലെജൻഡ് ഓഫ് എ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഡോസ്റ്റോവസ്കിയുടെ ബ്രദേഴ്സ് കാരമസോവിലുണ്ട്. അത് ഐവാൻ എന്ന് പറയുന്ന അതിനകത്തുള്ള ഒരു കഥാപാത്രം എഴുതുന്ന ഒരു ലേഖനമാണ്. ലേഖനമോ കഥയോ മറ്റെന്തോ ആണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്വിസിറ്റർ എന്ന് പറഞ്ഞൊരാളുണ്ട്. എന്നുവെച്ചാൽ മതദ്രോഹ വിചാരണം നടത്താൻ അധികാരപ്പെട്ടിരിക്കുന്ന കക്ഷി. അദ്ദേഹത്തിൻ്റെ പേരാണ് എന്തെന്ന്? ഇൻക്വിസിറ്റർ. മതദ്രോഹ വിചാരകൻ, വിചാരണ നടത്തുന്ന ആൾ. അദ്ദേഹം ഒരു സിംഹാസനപ്പള്ളിയുടെ മട്ടുപ്പാവിൽ നിൽക്കുന്ന സമയത്ത് യേശുദേവൻ കടന്നു വരെയാണ്. പതിവനുസരിച്ച് കുട്ടികളുമായി സല്ലപിച്ച്, രോഗികളുടെ രോഗം മാറ്റി, ഭ്രാന്തന്മാരുടെ ഭ്രാന്ത് മാറ്റി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി വരെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആളെ മനസ്സിലായി. ആളെ മനസ്സിലായപ്പോൾ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസുകാരോട് പറഞ്ഞ് ഇയാളെ പിടിച്ച് അകത്തിടാൻ പറഞ്ഞു. അപ്പോൾ അകത്തിട്ട്, അത് കഴിഞ്ഞ് രാത്രി ഇരുട്ടറയിൽ യേശുദേവൻ കിടക്കുകയാണ്.
അപ്പോൾ ഒരു പന്തവും പിടിച്ച് ഈ മതദ്രോഹ വിചാരകനായ കർദിനാൾ ചെല്ലേണ്. കണ്ടപ്പോൾ പറഞ്ഞ്, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീയാണെന്ന്. നീ അവർക്ക് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്ത്. ഞങ്ങളത് വാങ്ങിച്ച് അവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ആവശ്യം വേണ്ട ഘടകങ്ങൾ മതി എന്നവർ തീരുമാനിച്ചു. ഇപ്പോൾ നിന്നെ ആർത്ത് വിളിച്ചു വന്ന ജനമില്ലേ, ഞാനൊന്ന് കൈ ഞൊടിച്ചു കഴിഞ്ഞാൽ നാളെ അവർ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. ഇതാണ് മതദ്രോഹ വിചാരത്തിൻ്റെ ഒരു ആകത്തുക. യേശുദേവൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ച ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ് ഡോസ്റ്റോവസ്കി. അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് കാരമസോവിലെ പ്രമേയം ഈ ക്രൈസ്തവ മൂല്യങ്ങൾ എങ്ങനെയാണ്, ക്രൈസ്തവ മൂല്യം സഭയുടെ മൂല്യങ്ങളല്ല, യേശുദേവൻ്റെ മൂല്യങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം, ഈ ഇൻക്വിസിഷനിൽ ആദ്യം കൊല്ലപ്പെട്ടത് യേശുദേവൻ്റെ ജീവിത രീതികളും ജീവിത സിദ്ധാന്തങ്ങളും ജീവിത വിശുദ്ധിയുമായിരുന്നു. അന്നും ഇത് മുഴുവൻ നടത്തിയത് വിദേശത്തുനിന്ന് പണം സംഘടിപ്പിച്ചിട്ടായിരുന്നു. മനസ്സിലായില്ല? അത് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. അന്നും ഇത് സംഘടിപ്പിച്ചത് വിദേശത്ത് നിന്ന് പണം വാങ്ങിയിട്ടായിരുന്നു. അപ്പോൾ വിദേശത്ത് നിന്ന് പണം വാങ്ങി വ്യാപകമായ രീതിയിൽ ഈ മതപരിവർത്തനം നടത്തുന്നൊരു സ്വഭാവം സൊസൈറ്റി ഓഫ് ജസ്യൂട്ട് എന്ന് പറയുന്ന ഈശോ സഭക്കാർ ജസ്യൂട്ടുകൾക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ജസ്യൂട്ടുകൾ അടിമക്കച്ചവടം നടത്തിയിരുന്നതിൻ്റെ ബ്രോക്കർമാരുമായിരുന്നു എന്ന കാര്യം മറക്കരുത്. ഞാനിത് സൂചിപ്പിക്കുന്നത്, ഈ ജസ്യൂട്ടുകളുടെയും മറ്റു പ്രവർത്തനങ്ങൾ, ഈ പറഞ്ഞ ഫോഴ്സ്ഫുൾ കൺവേർഷൻ, അത് വാളെടുത്തുകൊണ്ടാണല്ലോ. വിസമ്മതിച്ച് എന്താ ചെയ്തതെന്നറിയാമോ? ഗോവയിൽ 57 പേരെ ജീവനോടെ കത്തിച്ച് ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിച്ചവരാണ്. 64 പേരെ കൊന്നു, വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് അവരുടെ കണക്കനുസരിച്ചിട്ടാണ്. അതിൽ കൂടുതലാണ് കണക്കെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇത് പള്ളി സൂക്ഷിച്ചേക്കണ കണക്കാണ് ഞാനീ പറയുന്നത്. ബാക്കി 300 പേരിൽ ബാക്കി അവശേഷിക്കുന്നവരെ പലതരത്തിൽ പീഡിപ്പിച്ചു കൊന്നു. 300 ക്ഷേത്രങ്ങൾ തകർത്തു. അത്രയേറെ മുസ്ലിം പള്ളികളും തകർത്തു. ഇതൊക്കെയാണ് ചെയ്തത്. ഇതൊക്കെ വിദേശത്തുനിന്ന് പണം വാങ്ങി ചെയ്തതാണ്. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ അവിടെ ചെയ്തിരുന്നത് യേശുദേവൻ പറഞ്ഞ സദ്വൃത്തി അല്ല. അവർ ചെയ്തിരുന്നത് അവിടുത്തെ നിരാലംബരും നിസ്സഹായരും ദരിദ്രരുമായ മനുഷ്യരെ പറഞ്ഞ് പറ്റിച്ച് ക്രിസ്തുമതത്തിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് നിർവഹിച്ചത്. അത് ഈ വിദേശത്തു നിന്ന് ധനസഹായം സ്വീകരിച്ചിട്ടാണ്. അത് അനുവദിക്കാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു FCRA ബില്ല് സംബന്ധിച്ച് ഇവർക്കുണ്ടാകുന്ന ചില ആശങ്കകളുമായിട്ടാണ് ഇവർ അമിത്ഷായുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ അത് അവരുടെ ആശങ്കകൾ എന്താണെന്നോ, അത് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ? ഒരു അല്ല, ഇത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന് അനുവദിക്കാൻ പറ്റുമോ ഈ ആധുനിക കാലത്ത്? ഇല്ല. പറ്റുമോ? വിദേശത്തു നിന്ന് പണം കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ളവരെ മതം മാറ്റാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന് അനുവദിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ആ ബില്ലിൽ മാറ്റം അല്ല, വരുത്താൻ പറ്റില്ല. FCRA വരുന്നത് എല്ലാവർക്കും ഉണ്ടല്ലോ. ഹിന്ദുക്കൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്. ഇവർക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നം? അല്ല, ഇവർക്ക് വേണ്ടി മാത്രം മാറ്റം വരുത്താനും സാധിക്കും. അല്ല, അങ്ങനെ മാറ്റം വരുത്തുന്ന ഇവരെന്ന് പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനികളെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്കണം, അങ്ങനെ ഈ നിയമത്തിൽ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. ഈ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സുപ്രീം കോടതി ചെന്നാൽ അവിടെ വെച്ചാൽ നിയമം തന്നെ ഇല്ലാതെയാകില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ക്രിസ്ത്യാനികൾക്ക് മാത്രം എന്താണ് ഇതിനകത്ത് ഇത്രയേറെ ആശങ്ക വരുന്നത് എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ പറയുന്നില്ലല്ലോ FCRA വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. ഹിന്ദുക്കൾക്ക് ഒരുപാട് ഓർഗനൈസേഷൻ FCRA കിട്ടുന്നുണ്ട്, അവർ പറയുന്നില്ലല്ലോ ഈ റെഗുലേഷനൊന്നും വേണ്ട എന്ന്. പിന്നെ ഇവർ മാത്രം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അവരാണ് വിശദമാക്കേണ്ടത്. അത് ഫ്രാൻസിസ് സേവിയറിൻ്റെ കാലം തുടങ്ങിയ ഫോഴ്സ്ഫുൾ കൺവേർഷൻ. ആ ഫോഴ്സ്ഫുൾ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ആളെ കൊന്നിട്ട് മാത്രമല്ല, ആളുകളെ പ്രേരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ക്രിസ്തുമതത്തിലേക്ക് ആളെ ചേർക്കുന്ന ആ പണി, അത് നല്ലതല്ല. മറ്റാരും പറയാത്ത വാർത്തകളുമായിട്ട് ഇന്ത്യ ലൈവ്
നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണേ.